വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KC's ക്ലാസ്സസ്. KC's ക്ലാസ്സസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കേരള PSC KFC അസിസ്റ്റന്റ് എക്സാം സെപ്റ്റംബർ 13-നാണ് നടക്കാൻ പോകുന്നത്. സോ നമ്മൾ സ്മാർട്ട് സ്റ്റഡി വീഡിയോസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി 35 ചോദ്യങ്ങൾ ഇതിനേക്കാൾ മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു, ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ. സോ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നെക്സ്റ്റ് ഒരു 5 ക്വസ്റ്റ്യൻസിലോട്ട് നമുക്കിന്ന് കിടക്കാം. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കേരള PSC KFC അസിസ്റ്റന്റിന് ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. MCQ, ഡിസ്കഷൻ, PDF നോട്ട്സ് ഇതൊക്കെ അവൈലബിൾ ആണ്. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ദെൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ആദ്യം ജോയിൻ ചെയ്യുന്ന 100 സ്റ്റുഡൻസിന് നമ്മൾ ഓഫർ പ്രൈസിലാണ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. 2500 റുപ്പീസ് മാത്രമാണ് കോച്ചിങ് ഫീസ് വരിക. സോ ഇത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കുക. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 36. Rearrange the following steps in controlling process in the correct sequential order. പലപ്പോഴും മാനേജ്മെന്റിൽ കൺട്രോളിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യം പലപ്പോഴും റിപ്പീറ്റ് ആയിട്ട് കാണാറുള്ളതാണ് കേട്ടോ. അപ്പോൾ കൺട്രോളിങ്ങിന്റെ പ്രോസസ്സ് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. കൺട്രോളിംഗ് എന്ന് പറയുമ്പോൾ അവിടെ എന്തൊക്കെ സ്റ്റേജസിലൂടെയാണ് കടന്നു പോകുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു ബിസിനസ്സുകാരൻ ബിസിനസ്സിന്റെ സെയിൽസ് കൂട്ടാൻ വേണ്ടിയിട്ട് നോക്കാണ്. സോ അതിന് വേണ്ടിയിട്ട് നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിലെ ടാർഗറ്റഡ് സെയിൽസ് എന്ന് പറയുന്നത് ഇപ്പോൾ 10 ലക്ഷമാണ് വെച്ചിട്ടുള്ളത്. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കൺട്രോളിങ്ങിൽ. എസ്റ്റാബ്ലിഷിങ് സ്റ്റാൻഡേർഡ്സ്. ആദ്യം 10 ലക്ഷം നമ്മൾ എന്ത് വെച്ചു, ടാർഗറ്റ് വെച്ചു. ദെൻ അതിനുശേഷം രണ്ടാമത് ആക്ച്വലായിട്ട് നടന്ന പെർഫോമൻസ് എത്രയാന്നുള്ളത് നമ്മൾ നോട്ടീസ് ചെയ്യും. അപ്പോൾ 10 ലക്ഷം ടാർഗറ്റ് വെച്ചു, പക്ഷേ വന്ന സെയിൽസ് എമൗണ്ട് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ 9 lakhs ആണെന്ന് വരിക. അപ്പോൾ ആക്ച്വൽ പെർഫോമൻസ് എന്ന് പറയുന്നത് 9 lakhs ആണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് വെച്ചതിന് ശേഷം രണ്ടാമത് വി നീഡ് ടു മെഷർ ആക്ച്വൽ പെർഫോമൻസ്. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. അതിനുശേഷം എന്ത് ചെയ്യണം, നമ്മൾ കമ്പയർ ചെയ്യണം ആക്ച്വൽ പെർഫോമൻസ് വിത്ത് സ്റ്റാൻഡേർഡ്. ആക്ച്വൽ പെർഫോമൻസ് 9 ലക്ഷം, നമ്മൾ വെച്ച സ്റ്റാൻഡേർഡ് 10 ലക്ഷമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കമ്പയർ ചെയ്യണം. അപ്പോൾ അതാണ് മൂന്നാമത്, അല്ലേ? ഈ 10ഉം 9ഉം കൂടിയിട്ട് കമ്പയർ ചെയ്യണം. ദെൻ നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഫൈൻഡ് ഡീവിയേഷൻസ് ഫ്രം സ്റ്റാൻഡേർഡ്. ഡീവിയേഷൻ എത്രയാണെന്നുള്ളത് നമ്മൾ നാലാമതായിട്ട് നോക്കണം. എത്ര ഡീവിയേഷൻ? 1 lakh ആണ്, അല്ലേ? അപ്പോൾ ഇത് ഫസ്റ്റ്, ദെൻ ഇത് സെക്കൻഡ്, ഇത് തേർഡ്, ഇത് ഫോർത്ത്, ദെൻ ലാസ്റ്റ് ഡീവിയേഷൻ ഉണ്ട്. 1 ലക്ഷം കുറവാണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഫൈനലി കറക്റ്റീവ് ആക്ഷൻ എടുക്കണം. നെക്സ്റ്റ് അതാണ് അഞ്ചാമത് വരുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഓർഡർ. അപ്പോൾ ഇതിൽ ഏതാ കറക്റ്റ് ഓർഡർ? ആദ്യം 3, ദെൻ 4, അല്ലേ? ദെൻ 1 കമ്പയർ ആക്ച്വൽ പെർഫോമൻസ് വിത്ത് സ്റ്റാൻഡേർഡ്, ദെൻ 2 ഫൈൻഡ് ഡീവിയേഷൻ, ആൻഡ് ഫൈനലി 5. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ക്ലിയർ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 37. വിച്ച് among the following needs is not included in the Magellan's 3 need theory of motivation? അപ്പോൾ 3 need theory of motivationൽ ഇല്ലാത്തത് എന്താണ്? താഴെ പറയുന്ന 4 എണ്ണത്തിൽ. നമ്പർ 1 need for affection, നമ്പർ 2 need for power, the need for achievement, need for affiliation. ഇത് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതാണ് ഇതിൽ നോഡ് 1. കാരണം നീഡ് ഫോർ പവർ എന്തായാലും ഒരു ബിസിനസ്സുകാരന് വേണ്ടതാണ്. മോട്ടിവേഷനിൽ അച്ചീവ്മെൻറ്റും മോട്ടിവേഷനിലാണ്, അഫിലിയേഷനും ഉള്ളതാണ്. എഫെക്ഷൻ എന്ന് പറയുന്നത് സംതിങ് പേഴ്സണലാണ്. അത് മെഗ്ലന്റെ 3 നീഡ് തിയറി ഓഫ് മോട്ടിവേഷനിൽ പറയുന്നില്ല. സോ ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 38. വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ ദി ലീഡർഷിപ്പ് സ്റ്റൈൽസ് മെൻഷൻഡ് ഇൻ ദി മാനേജറിയൽ ഗ്രിഡ് തിയറി ഓഫ് ബ്ലേക്ക് ആൻഡ് മൗട്ടൺ? അപ്പോൾ മാനേജറിയൽ ഗ്രിഡ് തിയറിയിൽ ബ്ലേക്ക് ആൻഡ് മൗട്ടണിൽ താഴെ പറഞ്ഞിരിക്കുന്ന ഒരു 4 ലീഡർഷിപ്പ് സ്റ്റൈൽസ് ഉണ്ട്. സോ വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ, ഇതിൽ ഏതൊക്കെയാണ് ഈ മാനേജറിയൽ ഗ്രിഡ് തിയറിയിൽ പറഞ്ഞിട്ടുള്ളത്?
ബ്ലാക്ക് ആൻഡ് മൗണ്ടൻ. അതാണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. സോ നമ്പർ 1 ഇംപ്രവറൈസ്ഡ് മാനേജർ. അപ്പോൾ പല ലീഡർഷിപ്പ് സ്റ്റൈൽസ് മാനേജറിയൽ ഗ്രിഡ് തിയറിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ഒന്ന് തന്നെയാണ് ഇംപ്രവറൈസ്ഡ് മാനേജർ. ഇംപ്രവറൈസ്ഡ് മാനേജറുടെ പ്രത്യേകത എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റൈലിൽ ലോ കൺസേൺ ഫോർ ദി പ്രൊഡക്ഷൻ ആൻഡ് ലോ കൺസേൺ ഫോർ ദി പീപ്പിൾ. ജോലി ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് ലീഡർക്ക് ഉണ്ടാകുന്ന ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ലോ കൺസേൺ, അധികം ശ്രദ്ധയൊന്നുമില്ല. ലോ കൺസേൺ ടുവേർഡ്സ് എന്താണ്? കൺസേൺ ടുവേർഡ്സ് പീപ്പിൾ. പീപ്പിൾ അല്ലെങ്കിൽ പീപ്പിൾ. അതുപോലെ തന്നെ പ്രൊഡക്ഷനിലേക്കും ലോ കൺസേൺ ആണ്. പ്രൊഡക്ഷൻ അതാണ് നമ്മുടെ ആദ്യത്തെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ലോ പ്രൊഡക്ഷൻ, ലോ കൺസേൺ രണ്ടും ലേക്കും ലോ കൺസേൺ ആണ്. അതിനെയാണ് നമ്മൾ ഇംപ്രവറൈസ്ഡ് മാനേജർ എന്ന് പറയാം. ഇനി മിഡിൽ ഓഫ് ദ റോഡ് മാനേജർ സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഡറേറ്റ് ആണ്. രണ്ടിലേക്കും മോഡറേറ്റ്. മോഡറേറ്റ് കൺസേൺ ടുവേർഡ്സ് പീപ്പിൾ, മോഡറേറ്റ് കൺസേൺ ടുവേർഡ്സ് പ്രൊഡക്ഷൻ. രണ്ടും മോഡറേറ്റ് ആണ്. അതാണ് മിഡിൽ ഓഫ് ദി റോഡ് മാനേജർ സ്റ്റൈല്. അതും ഇതിലുള്ളത് തന്നെയാണ് കേട്ടോ, മാനേജറിയൽ ഗ്രിഡ് തിയറിയിൽ. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് കൺട്രി ക്ലബ് മാനേജർ. കൺട്രി ക്ലബ് മാനേജർ സ്റ്റൈലിൽ ഹൈ കൺസേൺ ടുവേർഡ്സ് ദി പീപ്പിൾ. ഹൈ കൺസേൺ ടുവേർഡ്സ് ദി പീപ്പിൾ, ലോ കൺസേൺ ടുവേർഡ്സ് ദി പ്രൊഡക്ഷൻ. പ്രൊഡക്ഷനിലോട്ട് ലോ കൺസേൺ ആണ്, ബട്ട് ഹൈ കൺസേൺ ടുവേർഡ്സ് ദി പീപ്പിൾ ആണ് വരുന്നത്. അതാണ് കൺട്രി ക്ലബ് മാനേജറുടെ ഒരു സ്റ്റൈല് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ടീം മാനേജർ. ടീം മാനേജർ സ്റ്റൈൽ എന്ന് പറയുമ്പോൾ ഹൈ കൺസേൺ ടുവേർഡ്സ് പീപ്പിൾ ആൻഡ് ഹൈ കൺസേൺ ടുവേർഡ്സ് പ്രൊഡക്ഷൻ ആണ്. രണ്ടും ഹൈ ആണ്. അത് വേണം മറ്റൊന്ന്. പിന്നെ ഇതിൽ പെടാത്ത വേറൊന്നുണ്ട്, ടാസ്ക് മാനേജർ. ടാസ്ക് മാനേജർ എന്ന് പറയുമ്പോൾ ഹൈ കൺസേൺ ടുവേർഡ്സ് പ്രൊഡക്ഷൻ, ലോ കൺസേൺ ടുവേർഡ്സ് പീപ്പിൾ എന്നാണ് ടാസ്ക് മാനേജർ. ഇതിൽ പറഞ്ഞിട്ടില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നാലും ഈ മാനേജറിയൽ ഗ്രിഡ് തിയറിയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾ ഓഫ് ദീസ് എല്ലാതും ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. That's about question number 38. Moving to question number 39. Which of the following statements are about total quality management, TQM, are correct? രണ്ട് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, നോക്കാം. നമ്പർ 1, TQM ഈസ് എ കസ്റ്റമർ ഡ്രിവൺ ഇനീഷ്യേറ്റീവ്. TQM എന്ന് പറയുന്നത് ഒരു കസ്റ്റമർ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള കസ്റ്റമർ ഡ്രിവൺ ഇനീഷ്യേറ്റീവ് ആണെന്നാണ് പറയുന്നത്. സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഏറ്റവും നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും 100% പെർഫെക്ഷനിൽ നല്ല ക്വാളിറ്റിയിൽ കസ്റ്റമറുടെ എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്ത് എന്താണ് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. സോ കസ്റ്റമർ ഡ്രിവൺ ആണ്, കറക്റ്റാണ്. ദെൻ TQM ഫോക്കസ് ഓൺ എവ്രി വൺ ടു ടേക്ക് റെസ്പോൺസിബിലിറ്റി ഫോർ ക്വാളിറ്റി. അതുകൊണ്ടാണ് അതിന് TQM എന്ന് പറയുന്നത്. എവ്രി വൺ ടു ടേക്ക് റെസ്പോൺസിബിലിറ്റി ഫോർ ക്വാളിറ്റി. ക്വാളിറ്റിയാണ് അവിടുത്തെ മെയിൻ സംഭവം. സോ അതും കറക്റ്റാണ്. അപ്പോൾ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. സോ ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് 1 and 2 ആർ കറക്റ്റ്. സി ആണ് ആൻസർ വരുന്നത്. ഓക്കെ, ദെൻ നമുക്ക് ലാസ്റ്റ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചോദ്യത്തിലോട്ട് കിടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 40. വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ ദി ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ്സ്? ഈ നാലെണ്ണത്തിൽ ഏതൊക്കെയാണ് ഓൺ ദ ജോബ്? ഓൺ ദ ജോബ് ഉണ്ട്, ഓഫ് ദ ജോബ് ഉണ്ട്. ഓൺ ദ ജോബ് എന്ന് പറയുമ്പോൾ എന്താ, ജോലി ചെയ്ത് ട്രെയിനിങ് നേടുന്ന മെത്തേഡ്. ഓഫ് ദ ജോബ് എന്ന് പറയുമ്പോൾ നമ്മൾ ജോലി ചെയ്യാണ്ടുള്ള എന്താണ് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഓഫ് ദ ജോബ് എന്ന് പറയാം. ഇതിൽ ഏതൊക്കെയാണ് ഓൺ ദ ജോബ് വരുന്നത്? ജോബ് റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ എന്താ, ഓൺ ദ ജോബ് ജോലി ചെയ്യുക. ജോബ് റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ വൺ ജോബ് ടു അനദർ, നമ്മൾ അല്ലേ മാറി ജോലി ചെയ്യുകയാണ്. അപ്പോൾ അത് അവിടെ ജോലി ചെയ്തിട്ടാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. സോ അത് ഓൺ ദ ജോബാണ്. പിന്നെ കോച്ചിങ് ആണ് വരുന്നത്, അതും ഓൺ ദ ജോബാണ്. നമ്മൾ ജോലി ചെയ്തുകൊണ്ടാണ് അല്ലേ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്രന്റീഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ആളുടെ കീഴിൽ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പണിയെടുക്കുന്നതിനെയാണ് നമ്മൾ അപ്രന്റീഷിപ്പ് എന്ന് പറയാം. ശമ്പളമൊന്നും കാര്യമായിട്ടുണ്ടാവില്ല. ദെൻ കോൺഫറൻസ് എന്ന് പറയുന്നത് ഓഫ് ദ ജോബാണ് അല്ലേ. നമ്മൾ സെമിനാർ അറ്റൻഡ് ചെയ്യുക അല്ലേ, അതുപോലെ തന്നെ ക്ലാസ് കേൾക്കുന്നു, അതാണ് ഈ പറയുന്ന കോൺഫറൻസിൽ ആക്ച്വലി നടക്കുന്നത്. ഓഫ് ദ ജോബാണ്. അപ്പോൾ ഇതിൽ ഇല്ലാത്തതെന്ന് പറയുന്നത് കോൺഫറൻസ് മാത്രമാണ്. ആദ്യത്തെ
മൂന്നും ഓൺ ദ ജോബാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൺലി 1, 2 and 3 ആർ കറക്റ്റ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ക്വസ്റ്റ്യൻ നമ്പർ 40. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ള 5 ചോദ്യങ്ങളും ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ഓരോ ചോദ്യങ്ങൾ വെറുതെ പറഞ്ഞു പോവല്ല, അതിൻ്റെ ആൻസർ വിത്ത് എക്സ്പ്ലനേഷൻ ആണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി എക്സാമിന് വരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ കൺസെപ്റ്റ് കിട്ടും. അതുകൊണ്ടാണ് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത് കേട്ടോ. അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. ഡെയിലി നമ്മുടെ MCQ ഡിസ്കഷൻ ഉണ്ടായിരിക്കും, ഒക്കെ അറ്റൻഡ് ചെയ്യുക. ദെൻ കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് ഇപ്രാവശ്യത്തെ എക്സാമിന് പ്രതീക്ഷിക്കാം. അതിന് കൺസെപ്റ്റുവൽ ക്ലാരിറ്റി കൂടിയേ തീരൂ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.